ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിൾ അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങളിൽ കൊരിന്ത്യ ലേഖനത്തിൽ 1-ാം പുസ്തകത്തിലും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2, 10, 19 എന്നീ അധ്യായങ്ങളിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുതിയ നിയമ വിഷയമാണ് അന്യഭാഷാ ഭാഷണം എന്നുള്ളത്. ക്രിസ്തീയ ലോകത്ത് ഇതുപോലെ അമർഷത്തിനും തർക്കത്തിനും വിഷയീഭവിച്ച മറ്റൊരു വിഷയം ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയപ്പെടുന്ന വേദഭാഗങ്ങളെല്ലാം നാം സൂക്ഷ്മമായി പരിശോധിച്ച് പഠിക്കേണ്ടത് അനിവാര്യമായിട്ടിരിക്കുന്നു. മനുഷ്യരിലുള്ള വികാരങ്ങളെയും വിചാരങ്ങളെയും മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ഉപാധിയാണ് ഭാഷ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യ ചരിത്രത്തിൻ്റെ ആദ്യ യാമത്തിൽ ഒരേ ഒരു ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേത് ഭാഷയാണെന്ന് നമുക്ക് നിശ്ചയിക്കുവാൻ നിർവാഹമില്ല. പാപം ചെയ്ത മനുഷ്യന് ദൈവം രക്ഷാമാർഗം ഒരുക്കി. ആ രക്ഷാമാർഗം മനുഷ്യനെ അറിയിക്കുവാനായി ദൈവം നൽകിയ മാർഗമാണ് ഭാഷ എന്ന് പറയുന്നത്. പെന്തക്കോസ്ത് നാളിലാണ് ഭാഷ വരത്തിൻ്റെ ഉത്ഭവം നാം വിശുദ്ധ ബൈബിളിൽ ദർശിക്കുന്നത്. ഒരുവൻ നേരത്തെ അറിഞ്ഞിട്ടില്ലാത്തതോ പഠിച്ചിട്ടില്ലാത്തതോ ആയ ഒരു ഭാഷ തത്സമയം അനിവാര്യമായൊരു ആവശ്യകതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം നൽകുന്ന പ്രത്യേകമായ കൃപാവരമാണ് ഭാഷാപരം എന്ന് ബൈബിൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബന്ധത്തിൽ പഴയ പുതിയ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ നാം സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ച് പഠിക്കാൻ ആവശ്യമായിട്ട് ഇരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം, പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, 10-ാം അധ്യായം 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ, 19-ാം അധ്യായം 6-ാം വാക്യം, 1 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതൽ 14-ാം അധ്യായം 1 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയെല്ലാം ഭാഷാപരം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും ഈ ജനത്തോട് ഞാൻ സംസാരിക്കും. ഈ വാക്യഭാഗത്തിന് അംശനിവൃത്തി, ഭാവികാല നിവൃത്തി എന്നിങ്ങനെ 2 വിധ നിവൃത്തികളുള്ളതായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വിഗ്രഹാരാധനയിലും പാപത്തിലും ജീവിച്ചു വന്ന ഇസ്രായേലിനോട് ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കുകയുണ്ടായി. എങ്കിലും അവർ അത് കേട്ടില്ല. സ്വന്തം ഭാഷയിൽ സ്വന്തം പ്രവാചകന്മാരെ അവരുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ അവരെ അറിയിച്ച് ദൈവത്തിലേക്ക് അവരെ മനംതിരിക്കുവാൻ ദൈവം പരിശ്രമിച്ചിട്ടും അവർ അനുസരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അന്യഭാഷക്കാരായ ബാബിലോണ്യരെ അവരുടെ അടുക്കൽ കൊണ്ടുവന്ന് അവരുടെ ഭാഷയിൽ അവരോട് ദൈവം സംസാരിപ്പിച്ച കാര്യം ഓർപ്പിക്കുവാനാണ് യെശയ്യാവ് ഇവിടെ വിക്കി പറയുന്ന അധരങ്ങളാൽ ഈ ജനത്തോട് സംസാരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. വിക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് തുടർമാനമായി നാം പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വിവരിക്കുന്നില്ല. പുച്ഛിച്ച് സംസാരിക്കുക എന്നാണ് ആ മൂലഭാഷയായ പദത്തിൻ്റെ അർത്ഥം. എന്നാൽ പ്രവചനമായതുകൊണ്ട് ഒരു ഭാവികാല നിവൃത്തി എന്ന നിലയിൽ പെന്തക്കോസ്ത് നാളിലും ഇത് സംഭവിച്ചതായി നാം വായിക്കുന്നു. എന്നിട്ടും അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല. പിന്നീട് സഭയ്ക്കുള്ള കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഈ വാക്യം എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളതായിട്ടും നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. എങ്കിലും കേൾക്കുവാൻ അവർക്ക് മനസ്സിലായിരുന്നു എന്ന പ്രയോഗത്തിൽ നിന്നും ഇത് അവിശ്വാസികൾക്ക് അടയാളമായി നൽകിയതായിരുന്നു എന്ന് യാതൊരു വേദപണ്ഡിതാവിനും മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് അവിശ്വാസികളെ വിശ്വസിപ്പിക്കുവാൻ നൽകപ്പെട്ടതായിരുന്നു ഈ ഭാഷ എന്ന് വ്യക്തം. പെന്തക്കോസ്ത് ദിവസം അന്യഭാഷ പറയുന്നവരെ കേട്ടിട്ട് അവർ പുതുവീഞ്ഞ് കുടിച്ചാണെന്ന് പരിഹസിച്ചവർ വിശ്വാസികളായിരുന്നില്ല, അവിശ്വാസികളായിരുന്നുവെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അടുത്തതായി മർക്കോസിൻ്റെ സുവിശേഷം 16-17 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ജീവഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇവിടെ പറയുന്ന 5 കാര്യങ്ങൾ പൊതുഭാഷ എന്നത് 1 കൊരിന്ത്യർ 12 പൗലോസ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഇവിടെ ഓർക്കണം, അതായത് ഈ പൊതുഭാഷ എല്ലാവരും സംസാരിക്കുന്ന ഭാഷയല്ല.
എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ലല്ലോ എന്നതിൻ്റെ മൂലഭാഷ എല്ലാവരും അന്യഭാഷയിൽ പറയുന്നില്ല എന്ന് തന്നെ അർത്ഥമാണ്. അതുകൊണ്ട് അന്യഭാഷ സഭയിൽ എല്ലാവരും പറയണമെന്ന് ചില വിശ്വാസികൾ ശാഠ്യം പിടിക്കുന്നത് വളരെ തെറ്റായ പ്രവണതയാണ്. സഭയിൽ എല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളും ഇല്ല എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മെ പ്രബോധിപ്പിക്കുന്നു. മൂന്നാമതായി പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗമാണ് നാം പഠിക്കുവാനായിട്ട് ഇരിക്കുന്നത്. ഇവിടെ 4-ാം വാക്യത്തിലാണ് അന്യഭാഷകൾ സംസാരിച്ച 1-ാമത്തെ ഭാഗം പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് പ്രവൃത്തി 10:45-ലും 19-ലും 10-ൽ യഹൂദന്മാർക്കുള്ള എല്ലാ കൃപാവരങ്ങളും ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന വിശ്വാസികളായ ആളുകൾക്കും ഉണ്ട് എന്ന് കാണിപ്പാൻ വേണ്ടി അത് നൽകിയിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കും. 19-ാം അധ്യായത്തിലാകട്ടെ പൗലോസിൻ്റെ അപ്പോസ്തോലിക ശ്രേഷ്ഠത ഉറപ്പിക്കുവാൻ അന്യഭാഷാ ഭാഷണം ഒരടയാളമായി നൽകപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം 1 കൊരിന്ത്യർ 12, 13, 14 ഈ അധ്യായങ്ങളിലാണ് അന്യഭാഷയെക്കുറിച്ച് നാം വായിക്കുന്നത്. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഏത് ഉപദേശവും പഠിക്കേണ്ടത് വെളിപ്പാടിൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൊണ്ടാണ്. ദൈവിക വെളിപ്പാടുകളെല്ലാം തന്നെ ആരംഭത്തിൽ നിന്നും അവസാനത്തിലേക്കും അതിൻ്റെ പൂർണ്ണതയിലേക്കും എത്തിച്ചേരുന്ന രീതിയിലാണ് തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അന്യഭാഷയും ആ നിലയിൽ മാത്രമേ നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ. 1 കൊരിന്ത്യർ 12-ൽ വിവിധങ്ങളായ കൃപാവരങ്ങൾ ലഭിച്ചവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അപ്പോസ്തലൻ അവിടെ പറയുന്നു. 13-ാം അധ്യായത്തിലാകട്ടെ അന്ന് ഉപയോഗത്തിലിരുന്ന വരങ്ങൾ എല്ലാം മാറിപ്പോകുവാനുള്ളതാകുന്നു എന്നും, എന്നാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 വരങ്ങൾ മാത്രമേ സഭാകാലഘട്ടം മുഴുവൻ നിലനിൽക്കുകയുള്ളൂ എന്നും ഇവയിൽ ഏറ്റവും വലിയത് സ്നേഹമാണെന്നും അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ ഈ പറയപ്പെട്ട സകല കൃപാവരങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായത് സ്നേഹമാണ് എന്ന് ആ അധ്യായം കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സമർത്ഥിക്കുകയാണ്. 14-ാം അധ്യായത്തിൽ, അതായത് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലെ മുഖ്യമായ പ്രമേയം 12-ൽ പറഞ്ഞിട്ടുള്ള കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗമാണ്. അതായത് 14-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 39 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ കൃപാവരം, അതിൻ്റെ സ്വഭാവം, ഇതെല്ലാം വളരെ വിശിഷ്ടമായ നിലയിൽ അപ്പോസ്തലൻ ആ ഭാഗത്ത് വിവരിച്ചിട്ടുണ്ട്. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ സഭയാം ശരീരത്തിന് ഏതെല്ലാം നിലയിൽ ഏതെല്ലാം വൈവിധ്യതകൾ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. 14-ാം അധ്യായത്തിൽ ആ കൃപാവരങ്ങൾ ഏതെല്ലാം പ്രമാണങ്ങൾക്ക് വിധേയപ്പെട്ടാണ് പ്രായോഗികമാക്കേണ്ടത് എന്നുള്ള വലിയ വിഷയം അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. ഒരാൾക്ക് സ്വതവേ ഇല്ലാത്ത ഒരു കഴിവിനെ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം നൽകുന്നതിനെയാണ് വരമെന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ നിയന്ത്രണ രീതിയും എങ്ങനെയായിരിക്കും എന്നുള്ള പ്രത്യേകമായ പ്രബോധനം ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഭാഷാവരത്തെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നത് നമുക്ക് ക്രമമായി ഒന്ന് പരിശോധിച്ചാൽ ഈ കാര്യം വളരെ സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നിങ്ങൾ കൂടി വരുമ്പോൾ ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നത് കാണുക. സഭ കൂടി വരുമ്പോൾ അവിടെ ഉപയോഗിക്കുവാൻ ചിലത് അവരുടെ മധ്യത്തിൽ ദൈവാത്മാവ് നൽകിയിരുന്നു എന്നാണ് ആ പ്രയോഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സഭ കൂടി വന്ന ശേഷം ഉപവസിച്ചോ കാത്തിരുന്നോ പ്രാർത്ഥിച്ചോ പ്രാപിച്ചതായ ഒന്നല്ല അന്യഭാഷാ ഭാഷണം എന്ന് ഈ ഭാഗം കൊണ്ട് വളരെയധികം സ്പഷ്ടമാക്കപ്പെടുന്നു. ഇന്ന് അന്യഭാഷ പറയുന്ന പലരും ആ നിലയിൽ വരം ലഭിച്ചവരല്ല എന്ന് ഭാഷ പറയുന്ന ആളുകൾ തന്നെ സ്വമനസാലെ സമ്മതിക്കും എന്നതിന് 2 പക്ഷം ഇല്ല. സകലതും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ എന്നാണ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുന്നത്. എന്താണ് ഈ ആത്മീക വർധന? ഭാഷാപരം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പല ആളുകളും തങ്ങൾ സംസാരിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു എന്ന് പറയുവാൻ അവർക്ക് തന്നെ സാധിച്ചിട്ടില്ല, സാധിക്കുന്നതുമില്ല. പിന്നെ അവരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു ആത്മീക അനുഭൂതി അനുഭവിക്കുവാനായി കഴിഞ്ഞു, ഒരു പ്രത്യേകമായ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള വലിയ വിശദീകരണങ്ങളാണ്. അതൊന്നുമല്ല ആത്മീക വർധന. ആത്മീക വർധന എന്നതിന് കെട്ടുമണി എന്ന അർത്ഥമാണ് ഉള്ളത്. അത് ഞാൻ പിറകാലെ വിശദീകരിക്കാം. ആത്മീക വർധന എന്ന് പറയുന്നത് എന്താണ്? ഒയ്ക്കോഡോമിയോ എന്ന് പറയുന്നൊരു ഗ്രീക്ക് പദമാണ്
ആത്മീക വർധന എന്നതിന് മൂലഭാഷയായ ഗ്രീക്കിൽ അപ്പോസ്തലനായ പൗലോസ് ടെക്സ്റ്റിൽ എഴുതി വച്ചിട്ടുള്ളത് കെട്ടുപണി, ഗൃഹനിർമ്മാണം എന്നൊക്കെ ആ വാക്കിന് വ്യക്തമായ അർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ മന്ദിരമായ സഭയെ വിശ്വാസികളെ കൊണ്ട് വിവിധങ്ങളായ കൃപാവരങ്ങളാൽ കെട്ടുപണി ചെയ്യുന്നതിനെയാണ് ആ പദപ്രയോഗം സൂചിപ്പിക്കുന്നത്. ഒരുത്തൻ താൻ പറയുന്നത് എന്താണെന്ന് അവൻ ഗ്രഹിക്കുന്നില്ല എങ്കിൽ പിന്നെ അവൻ ആത്മീക വർധന പ്രാപിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാതെ തന്നെ എൻ്റെ മാന്യ കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അന്യഭാഷ പറയുന്നവന് താൻ പറയുന്നത് ഗ്രഹിക്കുന്നില്ല എങ്കിൽ എങ്ങനെ തനിക്ക് ആത്മീക വർധന ഉണ്ടാകും? കേൾക്കുന്നവർക്ക് ആത്മീക വർധന ഉണ്ടാകും. തികച്ചും അസാധ്യമായ ഒരു കാര്യമായിട്ടാണ് ആ വിഷയം ഇരിക്കുന്നത്. അതിൻ്റെ 27-ാം വാക്യം നോക്കുക. അതായത് 14-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നോക്കുക. അവിടെ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ എന്ന പ്രയോഗം പ്രത്യേക ഉദ്ദേശത്തോടെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നതാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഭാഷാപരമുള്ളവരെല്ലാവരും അതൊരു യോഗത്തിൽ സംസാരിച്ചേ മതിയാവൂ എന്ന് യാതൊരു നിർബന്ധവും അപ്പോസ്തലനായ പൗലോസ് ആരെയും അടിച്ച് ഏൽപ്പിച്ചിട്ടില്ല. 29-ാം വാക്യവുമായി ഒത്തുനോക്കുമ്പോൾ ആ കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രവാചകന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൂടിവരവിൽ 2-3 പേർ സംസാരിക്കട്ടെ എന്നാണ് അപ്പോസ്തലൻ അവിടെ കൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പ്രവചനവരം എന്ന് പറയുന്നത് ഭാവികാലങ്ങളെക്കുറിച്ച് മുൻപ് കൂട്ടി പറയുന്ന പ്രവചനമല്ല. അത് യെശയ്യാവോ, യിരെമ്യാവോ, യെഹെസ്കേലോ, ദാനിയേലോ, ചെറിയ പ്രവാചകന്മാരോ വേദപുസ്തക ലോകത്ത് അന്ന് എഴുതപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം നമുക്ക് രേഖയാക്കി വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിട്ടും ഉണ്ട്. പ്രവചനം എന്നിവിടെ പറയുന്നത് ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനാൽ മനസ്സിലാക്കി അത് കേൾവിക്കാർക്ക് ഗ്രഹിപ്പിച്ചു കൊടുക്കുവാൻ ഉള്ള കഴിവാണ്. ഒരു സഭ കൂടി വരുമ്പോൾ വിശ്വാസികളുടെ കൂടിവരവുകളിൽ അവരുടെ ആത്മീക വർധനയ്ക്കായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെ വ്യാഖ്യാനിച്ച് മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുവാനുള്ള പ്രത്യേകമായ കഴിവാണ് ഇവിടെ പ്രവചനപരം എന്ന് പറയുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്രവാചകന്മാർ, അതായത് വചന പ്രഘോഷകർ, അവർ 1, 2, 3 പേർ ഒരു കൂടിവരവിൽ സംസാരിക്കട്ടെ എന്ന് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു. എന്നാൽ അന്യഭാഷക്കാരൻ വളരെ നിർബന്ധമായും ഒരു കൂടിവരവിൽ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം ഒരു നിബന്ധന ഇവിടെ വെച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒന്നാമത് സമയനഷ്ടം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രവാചകന് അരമണിക്കൂർ സമയം ദൈവത്തിൻ്റെ വചനം പറയുന്നത് അന്യഭാഷക്കാരൻ പറയാൻ പോയാൽ വ്യാഖ്യാനി ഉൾപ്പെടെ അത് 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സമയനഷ്ടം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്, ഒരുവൻ തൻ്റെ സ്വന്തം ഭാഷയിൽ സംസാരിച്ച് കേൾക്കുന്നത് മറ്റൊരു ഭാഷയിൽ സംസാരിച്ച് പരിഭാഷപ്പെടുത്തി കേൾക്കുന്ന അതിലുണ്ടാകുന്ന ആസ്വാദ്യത അവരുണ്ടാകുകയില്ല. അത് നിശ്ചയമായ യാഥാർത്ഥ്യമാണ്. മൂന്നാമതായി, ഒരാളുടെ അധ്വാനം വേണ്ടുന്ന ഇടത്ത് 2 പേരുടെ അധ്വാനവും അത്യധ്വാനവും ആവശ്യമായിട്ട് വരുന്നു. നാലാമതായി, ഒരു സഭാകൂടിവരവിൽ സംസാരിക്കുന്നവരുടെ എണ്ണം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 2 പേർ, ഏറിയാൽ 3 പേർ, അതിൽ കൂടുതൽ വരുവാൻ പാടില്ല. ഒരു വലിയ സഭാകൂടിവരവിലായാലും 2 അല്ലെങ്കിൽ 3 പേർ, ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയത് ബ്രദറൻ സഭകളുടെ ഉപദേഷ്ടാക്കന്മാരോ പ്രസംഗകരോ അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസോടെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ സഭാകൂടിവരവുകളിൽ അന്യഭാഷാ ഭാഷണം എന്ന പേരിൽ കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും പോലെ ഒന്നിച്ച് ആളുകൾ ചേർന്ന് നിന്ന് സംസാരിക്കുന്ന രീതി ദൈവവചനത്തിൻ്റെ രീതിയല്ല എന്നത് ഇവിടെ വ്യക്തമാക്കുവാൻ ഞാൻ നിർബന്ധിതനായി തീരുകയാണ് ചെയ്യുന്നത്. അഞ്ചാമതായി, സംസാരിക്കുന്നവരുടെ ക്രമം എന്തെന്നും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരായി സംസാരിക്കുക, മറ്റൊരുത്തൻ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒന്നിച്ച് സംസാരിക്കുക, കേൾവിക്കാർ ഒന്നും മനസ്സിലാക്കാതെ അമ്പരം നിന്ന് കേൾക്കുക എന്നല്ല, ഓരോരുത്തരായി സംസാരിക്കുക, മറ്റൊരുത്തൻ വ്യാഖ്യാനിക്കുക. ആറാമതായി, വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. വാക്യം 28 ഗ്രീക്കിൽ നേരിട്ടുള്ള ഒരു കൽപ്പനയായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ മിണ്ടാതെ മൗനമായി ദൈവസഭയിൽ ഇരിക്കണം എന്നാണ്. അടുത്തതായി നാം വായിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. അതായത് വ്യാഖ്യാനി ഇല്ലെങ്കിൽ വ്യാഖ്യാനി ഇല്ല എന്ന് എങ്ങനെയാണ് അന്യഭാഷക്കാരൻ അറിയുക?
ഒരുവൻ വന്ന് സംസാരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ മറ്റൊരുവൻ പൊടുന്നനമേ എഴുന്നേറ്റ് വ്യാഖ്യാനിക്കുകയാണോ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. അന്യഭാഷയുള്ള ഒരുവൻ സഭയിൽ ഉണ്ടെന്നറിഞ്ഞാൽ വ്യാഖ്യാന വരമുള്ള ഒരുവനെ മുന്നമേ തന്നെ കരുതുകയാണ് സാധാരണ ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷേ ഇന്നത്തെ സ്ഥലസഭാ കൂടിവരവുകളിൽ അന്യഭാഷാ ഭാഷണം ആത്മീയ വർധനയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന അസംഖ്യം ആളുകളും അങ്ങനെയുള്ള യാതൊരു ക്രമീകരണവും എവിടെയും ചെയ്തു കാണുന്നില്ല. എന്ന് മാത്രമല്ല, എൻ്റെ ഈ 37 വർഷക്കാലത്തെ ആത്മീക ശുശ്രൂഷയിൽ അന്യഭാഷ പറയുന്ന ഒരൊറ്റ പെന്തക്കോസ്ത് സഭാ കൂടിവരവുകളും നവയുഗ സഭകളും തങ്ങളുടെ അന്യഭാഷാ കൂടിവരവുകളിൽ ഒരു വ്യാഖ്യാനം എഴുന്നേറ്റ് ഇദ്ദേഹം പറഞ്ഞത് ഇതാണ് എന്ന് വ്യാഖ്യാനിച്ച് കേൾപ്പിച്ചത് ഇന്നുവരെയും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ എന്ത് പറഞ്ഞിരിക്കുന്നു? അവൻ മിണ്ടാതെ ഇരുന്ന് ദൈവത്തോട് തന്നോട് തന്നെ മൗനമായി സംസാരിക്കട്ടെ. 28-ാം വാക്യം. അടുത്തതായി ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഒരുവൻ ദൈവത്തോട് സംസാരിക്കുന്നത് സ്തുതി, സ്തോത്രം, പ്രാർത്ഥന ഇത്യാദികൾ മുഖേനയാണ്. എന്നാൽ തന്നോട് തന്നെ സംസാരിക്കുന്നത് എങ്ങനെയാ? സങ്കീർത്തനം 103 ഒന്ന് നോക്കുക. അവിടെ ദാവീദ് ഇങ്ങനെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ ഒരുവൻ തൻ്റെ ഹൃദയത്തിൽ തന്നോട് തന്നെയും ദൈവത്തോടും മൗനമായി സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് 103-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. അതുപോലെ തന്നെ അന്യഭാഷകാരൻ സഭയിൽ വ്യാഖ്യാനില്ല എങ്കിൽ തന്നോടും ദൈവത്തോടും മൗനമായി തനിക്ക് ലഭിച്ച ഭാഷയിൽ സംസാരിച്ച് തനിക്ക് താൻ ആത്മീയ വർധനപ്പെടുത്തണം. പ്രവാചകന്മാർക്ക് ഈ വിധം നിയന്ത്രിക്കാൻ കഴിവുണ്ടായിരുന്നു എന്ന് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുവന് പ്രവചനമുണ്ടായാൽ ഒന്നാമൻ തൻ്റെ പ്രവചനം നിർത്തുന്നതുവരെ രണ്ടാമൻ മൗനമായിരിക്കണം. അങ്ങനെ മൗനമായിരുന്നു എന്നും തിരുവെഴുത്തിൽ വായിക്കുന്നു. അന്യഭാഷയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് പ്രമാണം. എന്നാൽ ഇങ്ങനെയൊരു സ്ഥിതി അല്ലല്ലോ ഇന്നത്തെ സഭാകൂടിവരവുകൾ നമ്മൾ കാണുന്നത്. അടുത്തതായി വാക്യം 37 ശ്രദ്ധിക്കുക. ഒരുവൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തർ തോന്നുന്നു എങ്കിൽ എന്ന് വെച്ചാൽ ഈ ലേഖനം കൊണ്ടുപോയി കൊരിന്ത്യരിൽ വായിക്കുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു വിശ്വാസി ദൈവാത്മാവ് അപ്പോസ്തലനായ പൗലോസ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കില്ലയോ? അപ്പോൾ പൗലോസ് മാത്രമാണോ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നത് എന്നൊക്കെ കൊരിന്ത്യർ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്ത പോലെ പൗലോസിനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആളുകളോട് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഈ വാക്യം. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് അങ്ങനെയുള്ളവൻ അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുന്നത്. ഇവിടെ ന്യായമായി ചോദിക്കാവുന്ന ഒരു ചോദ്യം ഉണ്ട്. അതായത്, ഒരു സഭയിൽ അടുത്തിരിക്കുന്ന സഹോദരൻ അല്ലെങ്കിൽ സഹോദരി കേൾക്കാതെ എങ്ങനെയാണ് അവൻ തന്നോടും ദൈവത്തോടും സംസാരിക്കുന്നത്? ഭാഷ 2 നിലയിലുണ്ട് എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. അതായത് വാമൊഴി, വരമൊഴി എന്നിങ്ങനെ 2 നിലയിലാണ് ഭാഷകൾ ഉള്ളത്. അപ്പോൾ ഭാഷ ഉള്ളിൽ നിന്ന് വികാരമായി പൊന്തി വരും. അത് നമ്മുടെ മുഖത്ത് ഭാവപ്രകടനമായും കണ്ണീരായും ഒക്കെ വെളിപ്പെടാം. 39-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം നോക്കുക. അവിടെ നാം വായിക്കുന്നയാട് എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, ഞാൻ വായ തുറന്ന് സംസാരിച്ചു. ഉരിയാടാതെ ഊമനായിരുന്നൊരു അവസ്ഥയെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് പൊന്തി വരുന്ന ആശയങ്ങൾ ഭാഷയായി വാതിലങ്ങളിലൂടെ പുറത്തു വരും. അത് മൗനമായി എങ്കിലും വാചാലമായി സംസാരിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ അനുഭവം ദാവീദിനുണ്ടായിരുന്നു എന്നാണ് ദൈവാത്മാവ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1-ാം നൂറ്റാണ്ടിൽ സഭ കൂടി വരുമ്പോൾ സഭാവിശ്വാസികൾ തങ്ങൾ മുമ്പേ കൂട്ടി പഠിച്ചിട്ടില്ലാത്തതും ആയ വേറെ ചില ഭാഷയിൽ ആശയങ്ങൾ ദൈവം ചിലർക്ക് കൊടുത്തു പോന്നു. അതിനെയാണ് ഭാഷാപരം എന്ന് നാം പൊതുവെ മനസ്സിലാക്കുന്നത്. വ്യാഖ്യാനമില്ലാത്ത പക്ഷം സഭായോഗത്തിലിരുന്ന് അവർക്കത് ധ്യാനമായി സംസാരിക്കാമായിരുന്നു. ആ കൽപ്പനയാണ് 1 കൊരിന്ത്യർ 14:28 നാം മനസ്സിലാക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ സ്ത്രീകൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന വിവരണമാണ് ആ ഭാഗത്ത് പറയുന്നത്. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങൾ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഉപദേശ വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് ഒരു പൊതുസഭയെ ഉപദേശിക്കുവാനോ അവരോട് പ്രസംഗിക്കാനോ ദൈവവചനം അവരെ അനുവദിക്കുന്നില്ല എന്ന് അപ്പോസ്തലൻ പറയുന്നു. അവർക്കും ഈ കൃപാവരങ്ങളെല്ലാം ഉണ്ട്. അതായത് പുരുഷന്മാരായ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് നൽകിയതുപോലെ സ്ത്രീകളായ വിശ്വാസികൾക്കും ഈ കൃപാവരങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് പൊതുസഭയിൽ
വിനിയോഗം ചെയ്യുവാൻ ദൈവാത്മാവ് അവരെ അനുവദിച്ചിട്ടില്ല. 1 കൊരിന്ത്യർ 12:1 തുടങ്ങിയ പ്രതിപാദനം 14-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിലാണ് അപ്പോസ്തലൻ ഉപസംഹരിച്ചിട്ടുള്ളത്. കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗമാണല്ലോ 14-ാം അധ്യായം. ഈ ഭാഗത്ത് വളരെ വ്യക്തമായി ആ കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗത്തിൽ എങ്ങനെയാണ് നാം വർത്തിക്കേണ്ടത് എന്ന് പറയുന്നു. ഈ ഭാഗത്തിന് ചിലർ മറ്റൊരു ന്യായം പറയാറുണ്ട്. സംസാരിക്കുക എന്നതിന് ഗ്രീക്കിൽ ലാലയിൻ എന്ന വാക്കാണ് പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലയ്ക്കുക എന്നും അതിനർത്ഥമുണ്ട് പോലും. അതുകൊണ്ട് സഭായോഗത്തിൽ സ്ത്രീകൾ കുശുകുശുക്കരുത് എന്നേ അതിനർത്ഥമുള്ളൂ. അവർക്ക് പ്രസംഗിക്കാമെന്ന് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് കേൾക്കുന്നു. പക്ഷേ ഗ്രീക്ക് പണ്ഡിതനായ A.T. റോബർട്ട്സൺ ഇങ്ങനെയാണ് പറയുന്നത്. ഗ്രീക്ക് ഭാഷയ്ക്ക് 4 പിരിവുകളാണുള്ളത്. അവ ആറ്റിക്, ഡോറിക്, യോനിക്, ഹെലനിസ്റ്റിക് എന്നിങ്ങനെ 4 നിലയിലുള്ള പിരിവുകളുണ്ട്. പുതിയ നിയമം ഹെലനിസ്റ്റിക് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ലാലയിൻ എന്ന വാക്കിന് ചിലയ്ക്കുക എന്ന അർത്ഥം ആറ്റിക്, അതായത് ക്ലാസിക് ഗ്രീക്കിൽ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ട് മേൽ പറഞ്ഞ വ്യാഖ്യാന രീതി ശരിയല്ല. മേൽ ചൂണ്ടിക്കാണിച്ച വിശദീകരണങ്ങൾ പ്രകാരം ആണോ ഇന്നത്തെ പെന്തക്കോസ്ത് നവയുഗ സഭാ കൂടിവരവുകൾ അന്യഭാഷാ ഭാഷണം കൈകാര്യം ചെയ്യുന്നത് എന്ന് സ്വയമായി ഒന്ന് വിശകലനം ചെയ്ത് ഒരാത്മപരിശോധനയ്ക്ക് വചനപ്രകാരം വിധേയപ്പെടുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് ഏറെ തർക്ക വിഷയത്തിനും ഏറെ വിവാദത്തിനും കാരണമാക്കി തീർത്തുള്ള അന്യഭാഷാ ഭാഷണം വചനപ്രകാരം അല്ല. ഇന്ന് ദൈവസഭയ്ക്ക് അത് അനിവാര്യമായിരിക്കുന്നില്ല എന്ന് യാതൊരു വേദപഠിതാവിനും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ഗ്രഹിക്കുവാൻ എൻ്റെ മാന്യ കേൾവിക്കാർക്ക് ദൈവാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സംഗ്രഹിക്കുന്നു. ദൈവനാമം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ.